നമസ്കാരം. നമ്മളെല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവമാണ് കോഴിക്കോട് ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം. എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ കാരണം, ഒരു യുവതി സാമൂഹ്യ മാധ്യമത്തിൽ തൻ്റെ അനുഭവം എന്ന് കാണിച്ചുകൊണ്ട് ബസ് യാത്രക്കിടയിൽ തൻ്റെ ശരീരത്തിൽ ബോധപൂർവം സ്പർശിച്ചു അല്ലെങ്കിൽ തൊട്ടു ഉരുമി നിന്നു എന്ന ഒരു ദൃശ്യം പകർത്തിക്കൊണ്ട് ആണ് ആ യുവതി പോസ്റ്റ് ഇട്ടത്. അതിനെ തുടർന്നുണ്ടായ മാനസികമായ വിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. യഥാർത്ഥത്തിൽ ദീപകിൻ്റെ ഒരു മനോദൗർബല്യവുമാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അതും നമ്മൾ കാണാതിരിക്കുന്നത് ശരിയല്ല. കാരണം ദീപക് എന്ന യുവാവിൻ്റെ ഒരു മനോധൈര്യം ഒരു വീഡിയോ പുറത്തു വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അത് താങ്ങാൻ കഴിയാതെ പോയി. ഇത് നമ്മളുടെ കേരളത്തിലെ പൊതു മാനസികമായ ഒരു പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിലുള്ള മാനസിക ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണത്തിൻ്റെ സൂചനയും കൂടെ ഇത് നൽകുന്നു എന്നുള്ളത് നാം കാണേണ്ടതാണ്. അതൊക്കെ മാറ്റിവെക്കാം. പക്ഷേ ഈ ഒരു സംഭവം എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു? ഇവിടെ എന്തു തന്നെ ന്യായീകരണവും അതുപോലെ തന്നെ പ്രതിരോധവും ഉയർത്തിക്കഴിഞ്ഞാൽ പോലും, അതല്ലെങ്കിൽ സാമൂഹികമായ കാഴ്ചപ്പാട്, സൈക്കോളജി എന്ന് തന്നെ ഉയർത്തി കഴിഞ്ഞാൽ പോലും, അവർ പങ്കുവച്ച ആ ദൃശ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അതിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാര്യം, സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവൻ ആ യുവതിക്കെതിരെ, വിശേഷിച്ചും സ്ത്രീകൾ വളരെ ശക്തമായിട്ട് നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ യുവതിക്കെതിരെ രംഗത്ത് വന്നത്. കേരളത്തിലെ പൊതുസമൂഹം യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തോട്, ആ യുവതിയുടെ നടപടിയോട് വളരെയധികം വിദ്വേഷം പ്രകടിപ്പിക്കുന്ന രീതിയിൽ പോലും പെരുമാറുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ യുവതിയും ഒരർത്ഥത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ സൃഷ്ടിച്ച പൊതു അന്തരീക്ഷത്തിൻ്റെ ഒരു വിക്ടിം അല്ലെങ്കിൽ ഒരു ഇര കൂടിയാണ്. കാരണം അമിതമായ സംഗതി, ഒരു സ്ത്രീ പുരുഷ ബന്ധത്തെ ഒരു പരസ്പര ശത്രുതയിൽ കാണുന്ന അവസ്ഥയിലേക്ക് ഈ കേരളത്തിലെ പൊതു സാമൂഹിക അന്തരീക്ഷം കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ യുവതിയും ഇതെല്ലാം ഒരു അവസരമാണ്, ഇങ്ങനൊരു സംഗതി എടുത്തു കഴിഞ്ഞാൽ അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് കിട്ടും എന്നുള്ളൊരു ധാരണയിലേക്ക് വന്നത്. ആ സ്ത്രീയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ആ യുവതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റ് ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. അത് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ആ ഒരു ദൃശ്യം പകർത്തിയത്. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത്, ഈ ഒരു നടപടിയും ദീപകിൻ്റെ ആത്മഹത്യയും കേരളത്തിലെ യുവതികളും പെൺകുട്ടികളും സ്ത്രീകളും പൊതുവെ ഇനി വരാൻ പോകുന്ന നാളുകളിൽ അനുഭവിക്കേണ്ടി വരുന്ന അസുഖകരമായ സാമൂഹിക അനുഭവങ്ങളെ കുറിച്ചിട്ടാണ്. ഇനി ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ സമീപഭാവിയിൽ യഥാർത്ഥത്തിൽ ഒരു ബസ്സിൽ ഒരു യുവാവോ അതല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തിയോ ആരോ ആയിക്കോട്ടെ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെയോ ഒരു പെൺകുട്ടിയെയോ ഇതേപോലെ ലൈംഗികമായി ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്കോ പരസ്യമായി അന്നേരം ഒന്ന് പ്രതികരിക്കാൻ പോലും ഉള്ള ഒരു അവസരം ഇല്ലാതാക്കി കളയുകയാണ്. കാരണം പെട്ടെന്ന് ഈ അക്രമിക്ക് വേണമെങ്കിൽ അന്തരീക്ഷത്തെ മാറ്റാം. മറ്റാരും കണ്ടിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഞാനൊന്നും ചെയ്തതല്ല, എന്നെയും ഇത് ആക്രമിക്കാൻ വരുന്നു, ഞാൻ അറിയാതെ തട്ടിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നിലവിലുള്ള മാനസികാവസ്ഥയിൽ, സാമൂഹിക മാനസികാവസ്ഥയിൽ ആ സ്ത്രീയെ ഒറ്റപ്പെടുത്തുകയോ ജനക്കൂട്ടാക്രമണത്തിന് പോലും വിധേയമായി കൂടായികയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് ഈ സംഭവം കൊണ്ടെത്തിച്ചിരിക്കുന്നു. അവിടെയും അനുഭവിക്കാൻ പോകുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളും അതേപോലെ സമൂഹത്തിൻ്റെ പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന പെൺകുട്ടികളും ഒക്കെയാണ്. കാരണം മറ്റുള്ള വിദ്യാഭ്യാസമൊക്കെയുള്ള നഗരങ്ങളിലൊക്കെയുള്ള പെൺകുട്ടികൾക്കൊക്കെ അവരുടെ ബോഡി ലാംഗ്വേജിലൊക്കെ കുറേ കൂടെ ധൈര്യം പ്രകടമാവും. അങ്ങനെ ധൈര്യം പ്രകടമാകുന്ന കുട്ടികളെയൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള അക്രമികൾ അല്ലെങ്കിൽ മനോരോഗികൾ ശല്യപ്പെടുത്തുന്നതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ ഏറ്റവും സോഫ്റ്റായിട്ടുള്ള, തിരിച്ചാക്രമിക്കില്ല, തിരിച്ചപകടം ഉണ്ടാക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ കാണുന്നവരെ ആക്രമിക്കാൻ തയ്യാറാകുന്നത്.
ഇതുപോലെ തന്നെ കുട്ടികളുടെ നേർക്കും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ ഈ ഒരു സംഭവം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇനി അക്രമികൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇത് വളരെ ഒരു യാഥാർത്ഥ്യമാണ്. ബസ്സിലും അതേപോലെ പൊതു ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലുമൊക്കെ സ്ത്രീകൾ ഇത്തരത്തിൽ ലൈംഗികമായി ഉപദ്രവിക്കപ്പെടുക എന്നുള്ളതൊരു കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്, പൊതു രീതിയാണ്. അതൊക്കെ ശരിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്കൂളിൽ പോവുകയും കോളേജിൽ പോവുകയും ജോലിക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകൾ നേരിടുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി കൂടുതൽ സ്ത്രീകൾ നേരിടേണ്ടി വരികയും അവർക്ക് പരസ്യമായി പോലും പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ദീപകിന്റെ മരണത്തിന് ഇടയാക്കിയ വീഡിയോ കാരണമാകുന്നു എന്നുള്ളതാണ് ഈ മാറിമറിയുന്ന ഒരു സമവാക്യത്തിലൂടെ കേരളത്തിൽ ഈ സംഭവം വരുത്തിവെച്ചിരിക്കുന്ന ഒരു ദുരന്തം.